2024 ഓഗസ്റ്റ് 27 വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. ഇത് ഞാൻ വാഷിംഗ് മെഷീൻ്റെ അകത്തുള്ള കവർ മാറ്റിയതാണ്. ഇതാണ് കവർ മാറ്റി ഞാൻ തലതിരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അടിയിൽ മുഴുവൻ ചെളി അടിഞ്ഞു കൂടി ഇരിക്കുകയാണ്. അതൊരുമാതിരി ഓയിൽ ചേർന്ന പൊടി ചെളിയാണ് ഈ കാണുന്നത്. ഇത് അത്ര പെട്ടെന്ന് നമുക്ക് റബ്ബ് ചെയ്താൽ പോകില്ല. ഇത് നമ്മൾ തുണി വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ പൊടികൾ വാഷ് കഴിയുമ്പോൾ നമ്മുടെ തുണിയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് തുറക്കുന്നതിനായിട്ട് നമ്മളൊരു സ്റ്റാർ ഓപ്പണർ ഇതുണ്ട്, ഈ കാണുന്ന ഒരു നട്ടിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ നട്ട് ഊരി ഒരു സ്റ്റാർ ഓപ്പണർ ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന കവർ മാറ്റാൻ പറ്റുന്നതാണ്. ഇത് സാധാരണഗതിയിൽ ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ ഓണാക്കിയാൽ ഇടത്തേക്ക് ഇങ്ങനെ കറങ്ങുന്നത് കാണാം. ശ്രദ്ധിച്ചാൽ കാണാം, അതിങ്ങനെ ഇടത്തേക്ക് കറങ്ങി. അപ്പോൾ നമ്മുടെ കൈകൊണ്ട് ഇതിനെ മെല്ലെ നിർത്തി വലത്തേക്ക് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ അത് കുറച്ച് പൊങ്ങി വരും. അതിനുശേഷം ഈ രണ്ട് സൈഡിലുള്ള ഇതേ പിടിച്ച് പൊക്കിയാൽ നമുക്ക് ഈ കവറ് വെളിയിലേക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ കവറ് വെളിയിലോട്ട് എടുത്തിട്ട് അതിനെ കഴുകുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇത് അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഓവർഫ്ലോ ഫിൽറ്ററാണ് ഈ കാണുന്നത്. ഈ ഫിൽറ്റർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഫിൽറ്ററിൻ്റെ അടിഭാഗം മുഴുവൻ ചെളിയാണ്. ഫിൽറ്ററിൻ്റെ ഉള്ളിലും ചെളിയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ബോഡിയുടെ അടിഭാഗത്ത് മൊത്തം ചെളിയാണ്. ഇത് മുഴുവൻ നമ്മൾ വാഷ് ചെയ്യുന്ന തുണികളിലേക്കാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അതിനാൽ ഇതെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങളെക്കൊണ്ട് സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഏജൻസിയെ തന്നെ സമീപിക്കുക. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വെറുതെ 500 രൂപയോ 800 രൂപയോ അവർ വാങ്ങിക്കും. വെറും സിമ്പിൾ ടെക്നിക്ക് കൊണ്ട് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ കവർ ഊരിയെടുത്തിട്ട് ഒരു ചെറിയ ബ്രഷും അതുപോലെ സ്റ്റീലിൻ്റെ ഒരു റബ്ബ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഈ കാണുന്നതാണ് സ്റ്റീലിൻ്റെ. ഇത് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ബുഷുണ്ട്. ബുഷിൻ്റെ അകത്ത് ഒരു ഡിസ്ക് ഉണ്ട് ഈ കാണുന്നത്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡിഷാണ്. ഇതിലാണ് നമ്മുടെ കവറ് നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഏജൻസിയെ തന്നെ പോകേണ്ടി വരും. ഈ റബ്ബറിൻ്റെ ഒരു ബുഷ് കണ്ടല്ലോ, ആ റബ്ബറിൻ്റെ ബുഷും നമ്മൾ സൂക്ഷിച്ച് വെക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കവറുണ്ട്, അത് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം ഞാൻ സോപ്പൊന്നും ഉപയോഗിച്ചില്ല. നല്ലപോലെ വെള്ളം ഹൈ പ്രഷറിൽ ഇങ്ങോട്ട് ചാടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ മാക്സിമം ചെളി എല്ലാം പോയി. ഇനിയും എന്തെങ്കിലും ചെളി ഉണ്ടെങ്കിൽ അത് ഞാൻ കൈകൊണ്ട് മാനുവലായിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് ബ്രഷ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്തു. അങ്ങനെ ഇതിൻ്റെ മുഴുവൻ ചെളി ഞാൻ മാറ്റിയതിന് ശേഷം വീണ്ടും അത് കാണാൻ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് അതാദ്യം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തതാണ് ഈ ബ്രഷ് ഉപയോഗിച്ച്. ആ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൽ ഇതിൻ്റെ എല്ലാ വൃത്തിയായി തന്നെ എല്ലാം ഒഴുകി വെളിയിലേക്ക് പോയി. ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു 90% വൃത്തിയായിട്ടുണ്ട്. ഇനിയും മാനുവലായിട്ട് നമ്മൾ ഇതിനെ വൃത്തിയായി കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ നമുക്ക് കിട്ടും നല്ല ഭംഗിയായി. ഇതാണ് അതിൻ്റെ ഇൻറ്റേർണൽ ഭാഗങ്ങൾ. ഇതിലാണ് ഇതെല്ലാം കറങ്ങുന്ന റോട്ടറാണ് ഈ കാണുന്നതിൻ്റെ അറ്റത്ത് നിന്ന് കാണാം. ഇതതിൻ്റെ എക്സിറ്റാണ്. ഇതതിൻ്റെ ഓവർഫ്ലോ ഞാൻ പറഞ്ഞല്ലോ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഈ ലിഡ് പിടിച്ച് വലിച്ചാൽ ഊരിയെടുക്കാവുന്നതാണ്. കണ്ടോ, ഞാൻ കൈകൊണ്ട് അത് കാണിക്കുന്നുണ്ട്. ഇത് മുഴുവൻ നല്ലപോലെ നമ്മൾ റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്ത് കളയണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ട് സൂക്ഷിക്കാനായിട്ട്. എല്ലാം ഒരു സാധനങ്ങൾ അതേ രീതിയിൽ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. നിങ്ങൾക്ക് കാണാം, ഇതാണ് അതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കവറും അതിൻ്റെ കൂടെ ഒരു ബുഷും. ആ ബുഷിനൊരു പ്രത്യേകതയുണ്ട്. ആ ബുഷ് ഇതിവിടെ വേണം ആ ബുഷ് ഇറങ്ങിപ്പോകാൻ. ആ ബുഷ് ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഇരിക്കത്തക്ക രീതിയിൽ വളരെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ബുഷ് ലൂസാകുകയും പിന്നീട് അതിന് സൗണ്ട് ഉണ്ടാകുകയും ആ ബുഷ് ഡാമേജായി പോവുകയും ചെയ്യും. അതിനായിട്ടൊരു ബുഷിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 4 ഡോട്ടുകളുണ്ട് ആ ബുഷിൽ. നിങ്ങൾക്ക് ഇവിടെ കാണാം 4 കുഴികൾ കാണാം.
ആ കുഴികളിലേക്ക് ആ ബുഷിൻ്റെ ചെറിയ ഡോട്ടുകളുണ്ട്. ആ ഡോട്ടുകൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ അവനെ ഇറക്കി വെച്ചാൽ പിന്നീട് യാതൊരു കുഴപ്പവും വരികയില്ല. ഇതാണ് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ്. വളരെ ഡേർട്ടി ആയിട്ടിരുന്ന് ഞാൻ ഏതാണ്ടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയത് കാണാം. വളരെ ഡേർട്ടി ആയിരുന്നു, ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഞാൻ കാണിച്ച ആ റബ്ബറിൻ്റെ ബുഷാണ് ഈ കാണുന്നത്. അതേ നിങ്ങൾക്ക് കാണാം, ഒരു 4 ഡോട്ടുകൾ കാണാം. അത് ഞാൻ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കവറ്, അതും അവിടെ ഫിക്സ് ചെയ്തു. ഇത് ഞാൻ ആ കവറയിലാണ് ഇപ്പം പിറ്റിയത് നിങ്ങളെ കാണിച്ച്. ഇത് തിരിച്ച് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് മെഴുക പിന്നീട് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് വാഷിംഗ് മെഷീൻ്റെ ഇൻറ്റേർണൽ പാർട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ ആ ഇൻറ്റേർണൽ ഈ ഭാഗത്ത് കൊണ്ട് വെച്ചിട്ട് വെറുതെ പുഷ് ചെയ്താൽ മതി, അതിനകത്തേക്ക് പോകും. ഫൈനലി നമ്മൾ അതിൻ്റെ കവറെല്ലാം ഇട്ടു. അതിനുശേഷം ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രൂ. ഒന്നും ചെയ്യേണ്ടതാണ് നമ്മൾ ആ സ്ക്രൂ അതിൻ്റെ ലൊക്കേഷനിലോട്ട്. ഇതാണ് സ്റ്റാർ ഓപ്പണർ. അതിൻ്റെ അറ്റത്ത് ഒരു സ്റ്റാറിൻ്റെ ഡയമെൻഷനാണുള്ളത്. സാധാരണ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാൽ അതിൻ്റെ ത്രെഡ് ചിലപ്പം പോകാൻ വഴിയുണ്ട്. അതിനാൽ ഇങ്ങനെ ആ സ്റ്റാർ ഓപ്പണർ വെച്ച് അതിനെ വീണ്ടും ഫിക്സ് ചെയ്യുക. നമ്മൾ സാമാന്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ലൂസായി ഊരി വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ അപ് ടു ഡേറ്റ് ആയി. അതിൻ്റെ അകവും അതുപോലെ ഈ കവറിൻ്റെ ഉൾഭാഗവും ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്തു പോകുന്ന വെള്ളം വളരെ മനോഹരമായിട്ട് കാണാം. ഇപ്പോൾ ഇത് ഭംഗിയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്ത ടെക്നിക്കിന് യാതൊരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക, തുണിയിടുക, വാഷ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂഞ്ഞാർ കുര്യൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തവർ സ്വന്തമായിട്ട് ചെയ്ത് അതിൻ്റെ കവറ് പൊട്ടിച്ച് കളയരുത്. ഏതാനും ചില ആൾക്കാർ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞതായിട്ടുള്ള ന്യൂസ് ലഭിച്ചിട്ടുണ്ട്.